ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കുമേൽ പുതിയ തീരുവഭാരം അടിച്ചേൽപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലുള്ള 10% തീരുവയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് പുതിയ പ്രഖ്യാപനം. ഇളവുകൾക്ക് വിധേയമായി 10 മുതൽ 12% തീരുവയാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയ്ക്ക് ഈ പുതിയ പ്രഖ്യാപനത്തിൽ ആശ്വാസമുണ്ട്. ഇന്ത്യയുമായി വ്യാപാരക്കരാർ ഉറപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഇന്ത്യയെ 10% സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള 99% ഉൽപ്പന്നങ്ങൾക്കും പുതിയ തീരുവ ബാധകമാണ്. സ്റ്റീൽ, അലുമിനിയം, എണ്ണ, ഗ്യാസ് എന്നിവയ്ക്ക് ഈ തീരുവ ബാധകമല്ല. ട്രംപിന്റെ പുതിയ തീരുമാനത്തിനെതിരെ ചൈനയും യൂറോപ്യൻ യൂണിയനും തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള വ്യാപാരയുദ്ധം വീണ്ടും രൂക്ഷമാകാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നതും ഓഹരി വിപണിയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഉപഭോഗത്തിനുള്ള 90% എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കാരണം ഇന്ത്യൻ വിപണിയും ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.